ജനിച്ച മാസം ഒരാളുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന സുപ്രധാന ഘടകങ്ങളിലൊന്നാണ്. അത് തെളിയിക്കുന്ന നിരവധി പഠനങ്ങളും വന്നിട്ടുണ്ട്. അത്തരത്തിൽ ജന്മമാസം പൊതുവായി ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ജനുവരിയിൽ ജനിച്ചവർ പൊതുവെ ഊർജ്ജസ്വലരും അച്ചടക്കമുള്ളവരുമായിരിക്കും. വലിയ അഭിലാഷങ്ങളുള്ളവരാകും. വളരെ ശ്രദ്ധിച്ചായിരിക്കും തീരുമാനങ്ങളെടുക്കുക. അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരല്ല. മനസ്സിലുള്ള സ്നേഹം പുറമേക്കു പ്രകടിപ്പിക്കുന്നതിൽ ഇവർ പരാജയപ്പെടും. ഫെബ്രുവരിയിൽ ജനിച്ചവർ പൊതുവെ തുറന്ന മനസ്സുള്ളവരും സത്യസന്ധരുമായിരിക്കും. കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ മടിക്കില്ല. തികച്ചും സഹൃദയരും സുഹൃത്തുക്കളോട് ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. കലാപ്രേമികളായ ഇവർ നവീനമായ ജീവിത രീതികൾ പിന്തുടരുന്നവരാകും. മാർച്ചിൽ ജനിച്ചവർ പൊതുവെ അസാധാരണ വ്യക്തിത്വത്തിന് ഉടമകളാകും. കാൽപ്പനികരും സ്വപ്നജീവികളുമായ ഇവർ ലോലമനസ്കരാണ്. വൈകാരികമായും സമർപ്പണബോധത്തോടും പ്രവർത്തിക്കും. സ്നേഹസമ്പന്നരും സൗഹൃദങ്ങളിലും ബന്ധങ്ങളിലും സത്യസന്ധരും നിസ്വാർത്ഥരുമായിരിക്കും. ഏപ്രിലിൽ ജനിച്ചവർ വൈകാരികമായി ഉയർന്ന തലത്തിലായിരിക്കും. സ്വഭാവത്തിൽ ഇത് പ്രകടമാകും. ധൈര്യശാലികളും സ്വാതന്ത്ര്യബോധമുള്ളവരുമാകും. ഊർജ്ജസ്വലരായിരിക്കും. പ്രസന്നവദനരും തലക്കനമുള്ളവരുമായ ഇവർ ദുർവാശിക്കാരും ശക്തരുമാണ്. സൗഹൃദത്തിന് വില കൽപ്പിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. മേയിൽ ജനിച്ചവർ പൊതുവെ ദുർവാശിക്കാരും സ്വാതന്ത്ര്യബോധമുള്ളവരുമാണ്. വലിയ സ്വാധീന ശക്തി പ്രകടിപ്പിക്കുന്ന ഇവർ ഉയർന്ന അഭിലാഷമുള്ളവരായിരിക്കും. അനായാസം മറ്റുള്ളവരുടെ ശ്രദ്ധയും വാത്സല്യവും പിടിച്ചുപറ്റും. ആശ്ചര്യജനകമായ മാനസിക ബലം പ്രകടിപ്പിക്കുന്നതിനൊപ്പം ശാരീരികമായി സൗന്ദര്യമുള്ളവരുമായിരിക്കും. കലാസ്നേഹികളായ ഇവർ ഇഷ്ടങ്ങളിൽ സ്വാർത്ഥരാകും. ജൂണിൽ ജനിച്ചവർ പൊതുവെ ഊർജ്ജസ്വലരും സംസാരപ്രിയരുമാണ്. സൗന്ദര്യവും ആകർഷണീയതയുമുണ്ടാകും. സ്വന്തം പ്രതിച്ഛായയിലും ഭാവങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളാകും. സംഗീതം, ആഡംബരം എന്നിവയിൽ താൽപ്പര്യമുണ്ടെക്കും. പകൽ സ്വപ്നങ്ങളിൽ അഭിരമിക്കുന്നവരെങ്കിലും പ്രായോഗികമതികളാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് തമാശകൾ പറയുന്നവരും ആസ്വദിക്കുന്നവരുമാണ്. ജൂലൈയിൽ ജനിച്ചവർ പൊതുവെ ചുറ്റുമുള്ളവരെ വലിയ തോതിൽ പ്രചോദിപ്പിക്കുന്നവരാണ്. കുടുംബസ്നേഹികളും സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുന്നവരുമായിരിക്കും. ഇവർ കഠിനാധ്വാനികളും സംരംഭകരുമാണ്. ഇവർ സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകും. പൊതുവെ ആഹ്ലാദഭരിതരാകും. ആഗസ്റ്റിൽ ജനിച്ചവര് പൊതുവെ ആത്മവിശ്വാസമുള്ളവരും തന്നെക്കുറിച്ച് വലിയ അഭിമാനബോധമുള്ളവരുമാണ്. മാനസികമായി കരുത്തുള്ളവരും ആകർഷണീയ വ്യക്തിത്വങ്ങളുമായിരിക്കും. ധൈര്യശാലികളും ഭയരഹിതരുമായ ഇവർ സൗഹൃദങ്ങളിൽ ആത്മാർത്ഥതയുള്ളവരും ബന്ധങ്ങളിൽ കൂറുള്ളവരുമായിരിക്കും. നേരാവാ നേരാപ്പോ ചിന്താഗതിക്കാരാണ്. സെപ്റ്റംബറിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിയുള്ളവരായിരിക്കും. ശ്രദ്ധാലുക്കളും വേഗത്തിൽ ചിന്തിക്കുന്നവരുമാണ്. സ്നേഹസമ്പന്നരും നിസ്വാർത്ഥരുമാകും. നന്ദിയുള്ളവരാണ്. ഇവർക്ക് ക്ഷമാശീലം കൂടുതലാണ്. തുറന്ന മനസ്സുള്ളവരെങ്കിലും ആരെയും ഇവർ നിസ്സാരമായി വിധിയെഴുതും. ഒക്ടോബറിൽ ജനിക്കുന്നവർ പൊതുവെ വശ്യതയുള്ളവരും ഊർജം പ്രസരിപ്പിക്കുന്നവരുമാണ്. പരിചയപ്പെടുന്നവരിൽ സ്വാധീനം ചെലുത്തും. സൗഹൃദം സ്ഥാപിക്കാനും മിടുക്കരാണ്. സമാധാനപ്രിയരായ ഇവർ തനിക്കു ചുറ്റും ഒത്തൊരുമ നിലനിർത്താൻ ശ്രദ്ധിക്കും. പകൽ സ്വപ്നം കാണുന്ന ഇവർ വൈകാരികതകളെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യും. നീതിയിൽ വിശ്വസിക്കുന്നവരും ക്രിയാത്മകമായ മനസ്സുള്ളവരുമായിരിക്കും. നവംബറിൽ ജനിച്ചവർ പൊതുവെ കൂർമ്മ ബുദ്ധിയുള്ളവരും കഠിനാധ്വാനികളുമായിരിക്കും. അവർ തങ്ങളുടേതായ ചില ശരികളിൽ വിശ്വസിക്കുന്നവരാണ്. ലജ്ജാശീലരും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കരുമാണ്. സത്യസന്ധരും സ്നേഹസമ്പന്നരുമാണ്. മുൻവിധികൾ സൂക്ഷിക്കുന്നവരല്ല. ഡിസംബറിൽ ജനിച്ചവർ തന്നിൽ അഭിമാനബോധമുള്ളവരായിരിക്കും. ഇവർക്ക് വലിയ അഭിലാഷങ്ങളുണ്ടാകും. ചർച്ചകളിലും കായിക വിനോദങ്ങളിലും തപരരാണ്. മൃദുഭാഷികൾ, വിനീതർ, തനിക്കു ചുറ്റുമുള്ളവരെ ആനന്ദിപ്പിക്കുന്നവർ.